പച്ച പപ്പായ കൊണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളയാം. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലെ കുരു ഒഴിവാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. പപ്പായയിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫാക്കി പപ്പായ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഈ പപ്പായ പകുതി വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി ഈ പഞ്ചസാര ഒന്ന് ലയിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. നേരത്തെ വേവിച്ച പപ്പായ ഇട്ട് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ആകുന്ന സമയത്ത് ലെമൺ ജ്യൂസ് ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 2 മിനിറ്റിന് ശേഷം ഓരോ ബൗളിലേക്കും മാറ്റി കൊടുക്കാം. ഞാനിവിടെ 3 കളറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് 3 ബൗളിലേക്കും ആക്കുന്നത്. ഇനി ഓരോ കളർ വീതം ഓരോ ബൗളിലേക്കും ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ലായനിയൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒരു 12 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്ത് അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഈർപ്പമൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് ഇതൊരു ദിവസം മാറ്റി വെക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഈർപ്പം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.